നീർപ്പന്തൽ എന്നാ പറയും. ഇതാരാ വെക്കുന്നത്? സ്നേഹ വീട് അവരാണ് വെക്കുന്നത് അല്ലേ? അപ്പോൾ ഇത് കഴിഞ്ഞിരിക്കുകയാണ് അല്ലേ? അത്യാവശ്യക്കാർക്കൊക്കെ കിട്ടുള്ളൂ അല്ലേ? ഇന്നിപ്പോൾ യാത്രക്കാരൊക്കെ വന്ന് കുടിച്ചിട്ട് തീർത്തിട്ടുണ്ടാവും അല്ലേ? ഇനി അടുത്ത തിങ്കളാഴ്ചയെ ഫില്ല് ചെയ്യുള്ളൂ അല്ലേ? നാളെ ഞായറാഴ്ചയല്ലേ? ചേട്ടനാണോ വെക്കുന്നത്? ചേട്ടൻ്റെ പേരെന്താ? ചേട്ടനൊരു നല്ലൊരു കാര്യമാണ് ചെയ്യുന്നത് കേട്ടോ. ഈ ഒരു വെള്ളം പ്രത്യേകിച്ച് ദാഹിക്കുന്നവർക്കൊക്കെ അത് കോരിക്കൊണ്ടുവരികയാണോ? കിണറിൽ നിന്ന് കോരിക്കൊണ്ടുവരികയാണോ? നല്ല കിണറൊക്കെ വെള്ളമൊക്കെ ഉള്ളതുണ്ട് അല്ലേ? ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇവിടുന്ന് വെള്ളം നോക്കുകയായിരുന്നേ. ഇതാണ് നമ്മൾ കുട്ടികളുടെയൊക്കെ ഉള്ള സംഭവമാണത് അല്ലേ? ഇടച്ചിറ ഹൃദയം അയ്യപ്പേട്ട. അപ്പം അയ്യപ്പേട്ട ഫ്രീ ആയി കൊണ്ട് തരുമോ? ഇല്ല, അവിടെ ഇവിടുന്ന് പൈസ ഇപ്പം നമ്മളാണ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 5000 രൂപ നിങ്ങൾ അവിടുന്ന് അവരെ വിളിച്ച് 5000 രൂപയാണ് നമ്മൾ സ്പോൺസർ. എത്ര പേർക്കാ? അതെ അതെ, കുറച്ച് കൂടുതൽ ചോറ് തരുമായിരിക്കും. പിന്നെ കറികൾ അധികം ഒന്നും കഴിക്കത്തില്ല. ഇല്ല വേണ്ട, ജസ്റ്റ് ഇങ്ങനെ കാണാൻ. ഇല്ല. അപ്പൊ പകൽ വീട്ടിൽ ഡെയിലി ആഹാരമാണോ കൊടുക്കുന്നത് അല്ലേ? കാലത്ത് 11 മണിക്ക് ചായയും ബിസ്ക്കറ്റും, 1 മണിക്ക് ഊണ്. രാവിലെ വന്നു കഴിഞ്ഞ് ഇവർക്കൊക്കെ ചായയും ബിസ്ക്കറ്റും കൊടുക്കും. ഇപ്പൊ ചായയില്ല, ചൂടായ കാരണം സംഭാരം ഇപ്പൊ രാവിലെ തന്നെ കൊടുക്കും. 10 മണിക്ക് ചായ കൊടുക്കുന്നത് അതിന് സംഭാരം കൊടുക്കും. ഉച്ചക്ക് ചോറുണ്ടോ? ഉച്ചക്ക് ചോറ്, മോര്, 2 ഉപ്പേരി, 1 സാമ്പാർ, 1 അച്ചാർ. എത്ര രൂപ അതിനൊക്കെ? ഇത് പഞ്ചായത്തിൻ്റെ വഴിയാണ്. ഇവിടുത്തെ ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ? പഞ്ചായത്തിൽ ആര് വന്നാലും ഉച്ചയ്ക്ക് വടന്നൂർ പഞ്ചായത്തിലുള്ള വയസ്സായ ആൾക്കാരല്ലേ, അവർക്ക് മാത്രം കൊടുക്കുന്നു. അതിനകത്ത് താമസിക്കാനും വിശ്രമിക്കാൻ നേരമൊന്നും താമസമില്ല. ഈ ഫുഡ് കൊടുക്കൽ മാത്രമാണോ അവിടെ നടക്കുന്നത്? 5 മണി വരെ സമയമുണ്ട്. അപ്പോൾ ഇതിങ്ങനെ 5 മണി വരെ ഇതിൻ്റെ ഉള്ളിൽ സമയമുണ്ട്. ചൂടായ കാരണം എല്ലാവരും ഭക്ഷണം കഴിച്ചപ്പോൾ ഏജ് ആയവരാണോ വരുന്നത്? ചെറുപ്പക്കാരൊക്കെ ഉണ്ടോ? ചെറുപ്പക്കാരില്ല, 60 വയസ്സ് അങ്ങനെയുള്ളത്. ചേട്ടൻ ചെയ്യുന്ന സമയത്ത് 10-70 ആൾ 80 ആളിലൊക്കെ ഉണ്ടാവും. സ്പൈസ് ഒക്കെ ആയിട്ട് സ്പോൺസർ ചെയ്യാൻ പറ്റുമോ ഇവിടെ ആൾക്കാർക്ക്? സ്പോൺസർ ചെയ്യാം. 20 പേർക്കുള്ള ഊണ് ആളുകൾ സ്പോൺസർ ചെയ്യാണോ അതോ നമ്മൾ? അല്ലേ, നല്ലൊരു കാര്യമാണ് ജില്ലാ പഞ്ചായത്ത് ചെയ്യുന്നത്. ഇതെവിടുന്ന്? തൃശ്ശൂർ സൈഡിൽ നിന്ന് എവിടെ നിന്നോ ആണല്ലേ? അതെങ്ങനെ ഇവിടെ കൊണ്ട് ഇറക്കിയിരിക്കുന്നു? പെട്ടിവണ്ടിയിലോ? ഇത് ഉറപ്പിച്ചിരിക്കുകയല്ലേ, മണ്ണിൽ ഉറപ്പിച്ച് വെച്ച്? ഇത് അത്ര കനമുണ്ട് നടത്താം അല്ലേ? ഇതിലൊക്കെ അമ്മമാരിയ്ക്കുമോ? വയസ്സായ ആൾക്കാരൊക്കെ ഇരിക്കുമോ? ഇതിലേക്ക് പുസ്തകം ഉണ്ടോ? നിങ്ങൾ സൈൻ ചെയ്യാൻ ഒരു രജിസ്റ്റർ ഉണ്ടോ? സ്ഥിരം വരുന്നവരാണോ? വയ്യാത്തവരുണ്ടോ? നടന്നു വന്നിട്ട് പോകും. അപ്പം ഞാൻ ഇനി ഒരു ദിവസം അവരൊക്കെ വരുന്ന സമയത്ത് നമുക്ക് വരാം. അതിലെന്താ നട്ടു നനച്ച് വളർത്തണം നമ്മൾ നല്ല നാളേകൾ പൂവിടാൻ. ഇതാരെഴുതിയതാ? എവിടെ? ഇതിനുള്ളിലോ? അവരെഴുതിയതാണ്. ഈ വടവന്നൂർ സ്കൂളത്തെ കുട്ടികളായിരിക്കും അല്ലേ? പുതുനഗരം സ്കൂളത്തെ NSS പിള്ളേരായിരിക്കും അല്ലേ? അപ്പൊ ഇത് ജിമ്മ് മറ്റേ വയസ്സായ ആളുകൾക്കൊക്കെയാണ് അല്ലേ? പറയാൻ പറ്റില്ല. മെയിനായിട്ട് ഉദ്ദേശിക്കുന്ന വയസ്സായ ആൾക്കാരെയാണ് അല്ലേ? ഇതിന് ഉപകരണങ്ങളൊക്കെ എവിടെ കിട്ടുന്നത്? അവർ നൽകുന്നതാണല്ലേ? ഫിറ്റ്നസ് വേണമല്ലോ. അപ്പോൾ ഒന്നിനും വയ്യാത്തവർക്ക് ഊഞ്ഞാലിരിക്കാം അല്ലേ? അപ്പോൾ ഇത് മറ്റേ ഒരു സന്തോഷ് കുമാർ എന്ന് പറഞ്ഞിട്ട് ജില്ലാ പഞ്ചായത്ത് അംഗം, അവരാണ് ഉദ്ഘാടനം ചെയ്തത് അല്ലേ? അവരാണ് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് പകൽ വീട്. പിന്നെ അഡ്വക്കേറ്റ് ശാന്തകുമാരി പറഞ്ഞിട്ട് ജില്ലാ പഞ്ചായത്താണ് ഇതൊക്കെ ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ കിച്ചണായിട്ട് ആഹാരമൊക്കെ ഉണ്ടാക്കാനുള്ള കിച്ചൺ ഉണ്ടോ അതോ? ഇല്ല, ഞാൻ അടുത്ത തവണ നോക്കാം, എനിക്ക് സമയമില്ല. അപ്പം ഭക്ഷണം ഉണ്ടാക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. അപ്പം നമ്മൾ കൂടുതൽ പേർക്ക് വേണമെങ്കിൽ 5000 രൂപ തന്നാൽ, ബർത്ത്ഡേയോ അങ്ങനെ നല്ലൊരു കാര്യം ഉണ്ടെങ്കിൽ നമ്മളിവിടെ വന്ന് നന്നായി എല്ലാവർക്കും ഇവിടെ വന്ന് സ്പോൺസർ ചെയ്യാം. അപ്പം ഞാനത് നോക്കാം.
അടുത്തതായി നേച്ചർ ലൈഫ് ഇൻ്റർനാഷണലിൻ്റെ ചെയർമാൻ ഡോക്ടർ ജേക്കബ് വടക്കാഞ്ചേരി.